ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. നമ്മൾ ചെറിയൊരു ഷോപ്പിങ്ങിന് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിന് കാണാം. നമ്മൾ വന്നിട്ടുള്ളത് വേൾഡ് ഓഫ് സേവിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലേക്കാണ്. ഇത് നമ്മളെ മലയാളികളുടെ ഇടയിൽ അറിയപ്പെടുന്നത് 5 റിയാൽ കട എന്നാണ്. പക്ഷെ ഇപ്പം 5 റിയാൽ കടയൊന്നും അല്ല കേട്ടോ. കുറച്ച് മുമ്പൊക്കെ ആദ്യമൊക്കെ ഞാൻ വന്ന സമയത്ത് 5 റിയാൽ ഒക്കെ ആയിരുന്നു എല്ലാത്തിൻ്റെ പ്രൈസ്. ഇപ്പം അത് 5 റിയാൽ മാറി 11.50 ആയിട്ടുണ്ട്. ഇപ്പം 5 റിയാലിൻ്റെ മുകളിലേക്ക് എല്ലാ എമൗണ്ടിലും ഇപ്പോൾ ഇവിടെ സാധനങ്ങളുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞാൻ അധികം ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത് ഈ പാത്രങ്ങൾ കാണാനായിട്ടോ. എനിക്ക് പാത്രങ്ങൾ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു രക്ഷയില്ല, അത്ര രസമുള്ള പാത്രങ്ങളാണ്. നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെയല്ല കേട്ടോ, ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ എന്ത് രസമാണെന്നറിയോ കാണാൻ. നമ്മളൊന്നും എടുത്തില്ലെങ്കിലും വെറുതെ ഇതിലൂടെ ഇങ്ങനെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് കുറച്ച് ബൗളുകളൊക്കെ എടുക്കണമായിരുന്നു, അതിനായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നു കാര്യമായിട്ട്. ഇവിടെ കണ്ടിട്ട് ആകെ കൺഫ്യൂഷനായി, ഏതെടുക്കണ്ടെന്ന്. നല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീട് വെക്കാനൊക്കെ പൂതിയാവും കേട്ടോ, അത്രയ്ക്ക് രസമുള്ള പാത്രങ്ങളാണ്. പാത്രങ്ങളുടെ വെറൈറ്റി മോഡലുകൾ ഇവിടെ കാണാൻ പറ്റും കേട്ടോ, അത്രക്കുണ്ട്. ഈ ഒരു ഷോപ്പിൽ എന്ന് പറഞ്ഞാൽ പാത്രങ്ങൾ തൊട്ടിട്ട് എല്ലാതും ഉണ്ട് കേട്ടോ. ഡ്രസ്സുകൾ, ഫാൻസി ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ആകെ പാത്രങ്ങളത് മാത്രമേ ഉള്ളൂ കേട്ടോ. അതിലൂടെ മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ, വേറെ അങ്ങോട്ടും ഞാൻ പോയിട്ടില്ല. ഇതിലൂടെ നടന്നാൽ തന്നെ നമ്മളെ സമയം ഫുള്ളും പോകും, അത്ര കാണാനുണ്ട്. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മളെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രങ്ങളെ ഒരു ഏരിയ കേട്ടോ. അതിൽ തന്നെ ഒരുപാടുണ്ട്. കപ്പുകളൊക്കെ വെറൈറ്റി കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ അതിൻ്റെ ഇതിൽ കൂടെ ഒന്നും പോയതേ ഇല്ല. ഞാൻ ഇതിൻ്റെ ഈ പാത്രങ്ങളുടെ ഇടയിൽ കൂടെ തന്നെ അധികവും പോയത്. ഞാനൊക്കെ പാത്രങ്ങൾ ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലാട്ടോ. ഒന്നും എടുത്തില്ലെങ്കിൽ ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. നമുക്ക് കാണുമ്പോൾ തന്നെ കണ്ണിനൊരു സുഖം കിട്ടും. ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാട്ടോ. മുത്തുമണിയാണ് എനിക്ക് പാത്രങ്ങളൊക്കെ സെലക്ട് ചെയ്ത് തരുന്നത് കേട്ടോ. ഇങ്ങനെ ഞാൻ ഓരോന്ന് കൊണ്ടുപോകുമ്പോൾ രസമുണ്ടോ ചോദിച്ചിട്ട് അങ്ങനെ ഓരോന്ന് സെലക്ട് ചെയ്ത് തരുന്നത് മുത്തുമണിയാണ്.
ഈ ഒരു പാത്രം അടിപൊളി പാത്രമായിരുന്നു കേട്ടോ. ഞാൻ വന്ന ടൈമിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഏലക്കയും കുരുമുളകും ഒക്കെ ഇട്ട് വെക്കാൻ പറ്റിയൊരു പാത്രമായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് സൊഹാന് പ്രശ്നം ഉണ്ടാക്കി. സൊഹാൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മിഠായിൻ്റെയും നട്ട്സിൻ്റെ ഒക്കെ ഇടയിൽ വന്ന് ഓനെ ഒന്ന് സമാധാനിപ്പിച്ച് പിന്നെ വീണ്ടും പാത്രങ്ങൾ നോക്കാൻ ഇങ്ങനെ ഇറങ്ങി. ഇത് എണ്ണയൊക്കെ ഒഴിച്ച് വെക്കുന്ന പാത്രം കേട്ടോ. എത്ര വെറൈറ്റികൾ, ഒരുപാട് വെറൈറ്റികൾ അതിലുണ്ടായിരുന്നു. കാണാനാണെങ്കിൽ നമ്മൾ ഒരു ദിവസം പോയാലും കണ്ടു കഴിയില്ല, അത്രങ്ങാനും പാത്രങ്ങളുണ്ട് അവിടെ. പാത്രങ്ങൾ മാത്രമല്ല കേട്ടോ, ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ട്. ഡ്രസ്സ് ആയാലും ഫുഡ് ഐറ്റംസും എല്ലാം ഉണ്ട് അവിടെ. നമ്മൾ പാത്രങ്ങൾ മാത്രം ഇങ്ങനെ നോക്കിയെന്നുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാ, എന്നാൽ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമല്ലോ വിചാരിച്ചിട്ട്. പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന ഐറ്റംസ്, എല്ലാ തരത്തിലുള്ള സാധനങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കേക്ക് ഉണ്ടാക്കാൻ നമ്മൾ ഓവനിൽ വെക്കുന്ന ടൈപ്പ് പാത്രങ്ങളായിരുന്നു. അതിൽ തന്നെ കുറേ ഉണ്ട്, കുറേ വലിപ്പത്തിൽ ചെറുതും വലുതുമായിട്ട് എല്ലാ തരം മോഡലുകളും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇവിടെ എയർ ഫെയറിൽ വെക്കാൻ പറ്റിയ കേക്ക് ഉണ്ടാക്കുന്ന ടൈപ്പ് പാത്രങ്ങളുണ്ടോ എന്ന് നോക്കിയിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് കിട്ടിയില്ല അത്. അതിൻ്റെ എയർ ഫെയറിന് പറ്റിയ പാകത്തിനുള്ളൊരു പാത്രം ഇവിടെ ഞാൻ കണ്ടില്ല. ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങൾ കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു. അതിൻ്റെ കുറേ മോഡലുകളും പാത്രങ്ങളൊക്കെ ഇവിടെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഇങ്ങനെ കണ്ടിങ്ങനെ പോവുമായിരുന്നു ഞാൻ. എനിക്ക് ആവശ്യമുള്ളത് മാത്രം ഞാൻ എടുത്തു. പിന്നെ ടേബിളിൽ ഇടാൻ ഒരു മാറ്റ് വേണമായിരുന്നു, അതും നോക്കിയെടുത്ത്. ഇതിൽ ഈ വൈറ്റാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. പുകയ്ക്കുന്ന സാധനം ഞാൻ അങ്ങനെ എടുത്തോണ്ടിരിക്കുമ്പോൾ ഞാൻ അങ്ങനെ മണക്കുന്ന കണ്ടിട്ട് സൊഹാൻക്കും മണക്കാൻ വേണം എന്നുകൊണ്ട് സൊഹാൻ മണത്ത് നോക്കുക കേട്ടോ. എന്നിട്ട് മണത്ത് നോക്കിയിട്ട് ഓനോട് ഓക്കെ ആണോ ചോദിച്ചപ്പോൾ ഓന് ഓക്കെ ആണെന്നൊക്കെ പറയുക. ഞാനിതൊക്കെ ആയിരുന്നു കേട്ടോ പാത്രങ്ങളായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. കുറച്ച് ബൗളുകളും പിന്നെ മണ്ണിൻ്റെ 2 കുടുക്കയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് പച്ചക്കറിയും കുറച്ച് ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ വേണ്ടി പാണ്ടയിലാണ്. അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആയി കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ഭയങ്കരമായിട്ട് ലെങ്ത് കൂടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.